1 പത്രോസ് 3:12 ഒന്ന് വായിക്കാമോ? 1 പത്രോസിന്റെ ലേഖനം 3:12 ആർക്കാണ് ദൈവം പ്രതികൂലമായിരിക്കുന്നത് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 പത്രോസ് 3:12 കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവന്റെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കും. അടുത്ത വാക്യം, എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കും. അപ്പൊ ആർക്കാ ദൈവം അനുകൂലമല്ലാത്തത്? ദുഷ്പ്രവർത്തിക്കാർക്ക് ദൈവം അനുകൂലമല്ല. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ഈ വാക്യത്തിൽ നിങ്ങൾ ചിന്തിക്കണം, ദുഷ്പ്രവർത്തിക്കാർക്ക് ദൈവം അനുകൂലമല്ല. അപ്പൊ ഈ ദുഷ്പ്രവർത്തിയുടെ നേരെ ഓപ്പോസിറ്റ് വാക്ക് എന്താണ്? സൽപ്രവർത്തി. എന്താണ്? സൽപ്രവർത്തി. ദുഷ്പ്രവർത്തിയുടെ നേരെ ഓപ്പോസിറ്റ് വാക്കാണ് സൽപ്രവർത്തി. അപ്പൊ ദൈവം ആർക്കാണ് അനുകൂലമായിരിക്കുന്നത്? സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ്. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ വിലയിരുത്തുക. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം എനിക്ക് അനുകൂലമാകാൻ, ആമേൻ, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വിധേയപ്പെടണമെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ദൈവം അനുകൂലവും ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ദൈവം പ്രതികൂലമായി നിൽക്കുകയാണ്. പൗലോസ് ചോദിക്കുക, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇനി എസ്രായുടെ പുസ്തകത്തിന്റെ 8:22 ഒരു വാക്യമുണ്ട്, ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം പ്രതികൂലമാണ്. ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം പ്രതികൂലമാണ്. അങ്ങനെയെങ്കിൽ സ്വന്തം ജനമായ ഇസ്രായേൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവം അവർക്ക് പ്രതികൂലമായി നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവർ ദൈവത്തോട് നിലവിളിച്ചാൽ ആ നിലവിളിയുടെ മുമ്പിൽ അനുദപിച്ച് മടങ്ങി വരുന്നത് വരെ ദൈവം അവർക്ക് പ്രതികൂലമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കുക, എന്റെ ദൈവം നമുക്ക് അനുകൂലമായി തീരുവാൻ, ആമേൻ, ദൈവം നമുക്ക് അനുകൂലമാണോ, ദൈവം നമുക്ക് പ്രതികൂലമാണോ എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ശോധന ചെയ്യുവാൻ ദൈവം നമ്മോട്